വീട്ടിലെത്തുന്നതുവരെ ആദിത്യൻ അനന്യയോട് ഒരക്ഷരം പോലും സംസാരിച്ചില്ല. 2 കാറുകളിലായാണ് അവർ മടങ്ങിയതും. ഒരു കാറിൽ അനന്യയുടെ അച്ഛനും അമ്മയും വിഹാനും ദിയും യാത്രയായി. രണ്ടാമത്തെ കാറിൽ രമേശും അനന്യയും ആദിത്യനും അവൻ്റെ മാതാപിതാക്കളും. വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തിയതും ആദിത്യൻ രമേശിനോട് പറഞ്ഞു, "രമേശ്, നീ എൻ്റെ ബൈക്കുമെടുത്ത് പൊയ്ക്കോ." അവിടെയിരുന്ന ആദിത്യൻ്റെ ബൈക്കുമെടുത്ത് രമേശ് യാത്രയായി. മറ്റുള്ളവരെല്ലാം നിശബ്ദരായി വീട്ടിനുള്ളിലേക്ക് കയറുകയും ചെയ്തു. വീട്ടിലെത്തിയ വേഗത്തിൽ ആദിത്യൻ ആരോടും ഒന്നും സംസാരിക്കാതെ നേരെ സ്വന്തം മുറിയിലേക്ക് വലിഞ്ഞു. ഷവർ തുറന്നിട്ട് അതിനു ചുവട്ടിൽ നിൽക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ കോപം ഇരമ്പുകയാണ്. ഇന്ന് നടന്ന സംഭവങ്ങൾ അവന് നൽകിയ അപമാനം ചെറുതായിരുന്നില്ല. ഇത്രയും വർഷത്തിനിടയിൽ തൻ്റെ പേരിനൊരു കളങ്കവും വരാതെ സൂക്ഷിച്ചതാണ്. എന്നാൽ ഇന്ന് അവളുടെ ഒറ്റ പ്രവൃത്തി കാരണം എല്ലാവരുടെയും മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥ വന്നു. അമർഷം അടക്കാനാവാതെ അവൻ ചുവരിൽ ആഞ്ഞടിച്ചു. "അനന്യ, നീ ഒറ്റ ഒരുത്തി കാരണം ഇന്ന് എനിക്ക് ആളുകളുടെ മുന്നിൽ നാണം കെടേണ്ടി വന്നത്. ഈ വീട്ടിൽ ഇനി നിനക്ക് സ്ഥാനമില്ല." ഷവറിലെ തണുത്ത വെള്ളത്തിൽ നനഞ്ഞു കുതിരുമ്പോഴും അവൻ്റെ കോപം ചുവരുകളിലേക്ക് പടരുകയാണ്. അപ്പോഴേക്കും കടൽ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച അനന്യയുടെ ശരീരം നീറി തുടങ്ങിയിരുന്നു. മാനസികമായ അസ്വസ്ഥതകൾക്കിടയിലും അവൾ തന്നെയാണ് ശ്രദ്ധിക്കാൻ പോലും മറന്നുപോയിരുന്നു. താഴത്തെ മുറിയിൽ കയറി കുളിച്ച് വസ്ത്രം മാറി അവൾ പുറത്തേക്ക് വന്നു. അവളെയും കാത്തിരുന്ന അച്ഛനും അമ്മയും താഴെ സിറ്റൗട്ടിലുണ്ടായിരുന്നു. "അനു മോളെ, എന്തൊക്കെയാ കേൾക്കുന്നത്? നീ കടലിൽ ചാടിയെന്നോ?" പാർവതിയമ്മ കടുത്ത വെറുപ്പോടെ അവളോട് ചോദിച്ചു. "എല്ലാം നിങ്ങളുടെ ഒക്കെ തെറ്റാ. ഞാൻ സ്വസ്ഥമായി പഠിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോഴല്ലേ ചേച്ചി ആരുടെ കൂടി ഓടിപ്പോയതും അത് മറക്കാൻ എന്നെക്കൊണ്ട് ഇയാളെ കല്യാണം കഴിപ്പിച്ചതും. ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ എത്ര വലിയ പ്രശ്നങ്ങളാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്നെ പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ഇയാൾ അറുത്തു പറഞ്ഞു. നിങ്ങളുടെയൊന്നും മുഖം പോലും കാണാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ വിധി വീണ്ടും നിങ്ങളെ എൻ്റെ മുന്നിലെത്തിച്ചു." അത് കേട്ട് നന്ദുമ്മ ഇടക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, "എന്താ അനുമോളെ ഇത്? സ്വന്തം അമ്മയോടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ എന്താ ഈ പറയുന്നേ?" അനന്യ കോപത്തോടെ തിരിഞ്ഞു. "നിങ്ങളുടെ മകൻ്റെ വയസ്സെത്രയാ? എൻ്റെ വയസ്സെത്ര? കുടുംബത്തിൻ്റെ മാനം മര്യാദയ്ക്ക് കാക്കാൻ എന്നെക്കൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിച്ചല്ലേ നിങ്ങൾ? അമ്മ കയ്യിൽ വിഷക്കുപ്പി പിടിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ഈ താലിക്ക് കഴുത്ത് നീട്ടി തന്നത് തന്നെ. ഒടുവിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി. ഇയാൾക്ക് എന്നെയും കണ്ടുകൂടാ. എന്നെ വേണ്ടെന്ന് പരസ്യമായിട്ട് തന്നെ ഇയാൾ എപ്പോഴും പറയുന്നുണ്ട്. ഇങ്ങനെയൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് കരുതിയ ഞാൻ കടലിൽ ചാടിയത് തന്നെ. പക്ഷേ നിങ്ങളുടെ മകൻ എന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി. കാര്യങ്ങൾ കൂടുതൽ അപ്പോഴേക്കും വഷളാക്കി. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകൂ." "എന്തായാലും നീ എന്തൊക്കെയാ പറയുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസമേ ആയിട്ടുള്ളൂ." ജാനുമ്മ സമാധാനത്തിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. "എന്താ ആളുകൾ എന്തു പറയും, ബന്ധുക്കൾ എന്തു പറയും എന്ന് മാത്രമാണ് നിങ്ങൾക്കെപ്പോഴുമുള്ള ചിന്ത. പെറ്റ മകളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇയാൾ എന്നെ വേലക്കാരിയെപ്പോലെയാണ് കാണുന്നത് തന്നെ. വീട്ടിലെ സകല പണിയും ചെയ്യിപ്പിച്ച് ഒരു മൂലയിലിരുത്താനാണ് ഇയാളെ പ്ലാൻ. പക്ഷേ ഇന്ന് ആദ്യ മാർക്ക് കിട്ടിയപ്പോൾ അതറിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച് വീണ്ടും കടന്നു കളയുമോ എന്ന് പേടിച്ച് ഇയാൾ എൻ്റെ കൂടെ ജീവിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു." "പഠിക്കാൻ സമ്മതിക്കില്ല താനും. എനിക്ക് സംശയമുണ്ട് ഇയാളെ." അവൾ ആവലാതിയോടെ സംസാരിച്ചു. നിർത്തുമ്പോഴേക്കും ആദിത്യൻ പടികളിറങ്ങി താഴേക്ക് വന്നു. "അനന്യ, ആദിത്യ, രണ്ടുപേരും ഒന്ന് അടങ്ങി നിൽക്ക്." ജാനുമ്മ ശാന്തയാകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അനന്യ അവനെയൊന്ന് രൂക്ഷമായി നോക്കി നിശബ്ദയായി നിന്നു. വന്നപാടെ അവൻ എല്ലാവരെയും മുന്നിലേക്ക് കാലിന്മേൽ കാൽ കയറ്റിവെച്ച് സോഫയിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ്റെ ആ നിൽപ്പ് മറ്റുള്ളവരെ വല്ലാതെ അസ്വസ്ഥരാക്കി. ചേതനും ജാനുമ്മ മകൻ്റെ മുഖത്ത് പോലും നോക്കാനാവാതെ തല കുനിച്ചിരുന്നു. വിഹാൻ താൻ അവിടെയൊന്നുമല്ലാത്ത ഭാവത്തിൽ വല്ലാതെ സങ്കോചത്തോടെ നിലത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ആദിത്യൻ കടുപ്പത്തിൽ സംസാരിക്കാൻ തുടങ്ങി. "എൻ്റെ 35 വർഷത്തെ ജീവിതത്തിൽ ആരെങ്കിലും എന്നെക്കുറിച്ച് ഒരു മോശം വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവളുടെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ വലിയ തെറ്റായിപ്പോയി. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ എൻ്റെ പേര് വലിച്ച് കീറി ഒട്ടിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്തത് കൊണ്ടുപോകുന്നത്. കയ്യിൽ വിലങ്ങണയിച്ച് കൊണ്ടുപോകുമ്പോൾ എനിക്കുണ്ടായ അപമാനം എത്രത്തോളമാണെന്ന് ഇവിടെയുള്ള ആർക്കെങ്കിലും അറിയാമോ? എൻ്റെ വയസ്സെത്ര, ഇവളുടെ വയസ്സെത്ര എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുകയാണ്.
ഫേസ്ബുക്ക് തുറന്ന് നോക്കാൻ പോലും എനിക്കിപ്പോൾ അറപ്പാ. ഡാ ആദി, ആരോ വീഡിയോ എടുത്ത് നെറ്റിലിട്ടു. അതിന് നീ എന്തിനാടാ ഇത്ര ടെൻഷനാക്കുന്നേ? ചേതൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് പ്രായപൂർത്തിയാണെന്ന് തെളിയിച്ച് നമ്മൾ നിന്നെ ഇറക്കി കൊണ്ടുവന്നില്ലേ, പിന്നെന്താ ഇനി നിങ്ങളിൽ പ്രശ്നം? ആദി അത് കേട്ടതും പുച്ഛത്തോടെ ചിരിച്ചു. ആ, നിങ്ങളുടെ ന്യായം കൊള്ളാം. അവളും ഞാനും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്ന് അറിയാമോ അച്ചക്ക്? ആളുകൾ കാൽക്കുലേറ്റർ എടുത്ത് കണക്ക് കൂട്ടുകയാ. വയസ്സ് വ്യത്യാസം. ആളുകളുടെ മുന്നിൽ എൻ്റെ മാനം പോയി. ഒരു വശത്ത് ആദിത്യൻ ഉള്ളിൽ ദേഷ്യം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിലും അവൻ്റെ ഫോണിലേക്ക് വാർത്തകളെക്കുറിച്ച് ഫോൺ കോളുകൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കണ്ണുകളടച്ച് ശാന്തനായി ചിന്തിച്ച അവൻ പെട്ടെന്ന് ഫോണെടുത്ത് ആരോടോ കടുപ്പത്തിൽ സംസാരിച്ചു. നാളെ രാവിലെയോ സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ചുള്ള ഒരു വാർത്ത പോലും കാണരുത്. അതിനുശേഷം എന്തെങ്കിലും കണ്ട അതിന് പിന്നിലുള്ളവർക്കെതിരെ ഞാൻ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. അത്തരമൊരു ഉത്തരം പോലെ പറഞ്ഞു നിർത്തി അവൻ ഫോൺ വെച്ചു. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ കസ്റ്റഡിയിൽ നിന്ന് മോചിതനായ വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. എങ്കിലും ആദിത്യൻ മനസ്സ് ശാന്തമായിരുന്നില്ല. മകൻ്റെ അസ്വസ്ഥത കണ്ട ജാനമ്മ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ലടാ, എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. നീ ഒന്ന് ശാന്തനാക്ക്. ഞാൻ 10 മിനിറ്റിൽ ഭക്ഷണം ഉണ്ടാക്കാം. എല്ലാവരും കഴിച്ച് കിടന്നേക്കുറങ്ങും. ഇതൊക്കെ എന്തോ ഒരു മോശം സമയത്ത് സംഭവിച്ചതാണെന്ന് കരുതി വിട്ടേക്ക്. നീ കണ്ണേറ് തട്ടിയതാണെന്ന് വിചാരിച്ചാലും മതി. എന്നാൽ ആദിത്യൻ അത് കേൾക്കാൻ തയ്യാറായില്ല. വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടുതൽ ടെൻഷനാക്കരുത് അമ്മ. നാളെ രാവിലെ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള വഴി നോക്ക് നിങ്ങൾ. അത്രയും കടുപ്പത്തിൽ പറഞ്ഞ് അവൻ വീണ്ടും സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. ആദിത്യൻ പോയതും അനിഞ്ഞ ജാനമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ സ്വരത്തിൽ പതർച്ചയുണ്ടായിരുന്നു. അമ്മ, ഇയാൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ആ വാർത്തകൾ കണ്ട് ഇയാൾക്ക് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് മനസ്സിലാകും. എനിക്കും അത് കണ്ട് വലിയ വിഷമം തോന്നി. ഇയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. ഇത് എത്ര വലിയ അപമാനമാണ്. ഇതിനെല്ലാം കാരണം നിങ്ങൾ മാത്രം. കല്യാണം മുടങ്ങിയാൽ മാനവും മര്യാദയും പോകുമെന്ന് പേടിച്ച് ചേരാത്ത 2 പേരെ നിങ്ങൾ നിർബന്ധിച്ച് ഒന്നിപ്പിച്ചു. ഒന്നിച്ച് ജീവിച്ചാലും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെയായിരിക്കും. അവനൊരു വശത്തേക്ക്, ഞാൻ മറുവശത്തേക്ക്. ഞങ്ങളുടെ ഇടയിൽ ഒരു കൂട്ടിച്ചേർക്കൽ ഇനി സാധ്യമല്ല അമ്മ. ആഗ്രഹമില്ലാത്ത ഈ ബന്ധത്തിൽ എനിക്കിപ്പോൾ, അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ ഒരു വലിയ കയ്യടിയുടെ ശബ്ദം മുഴങ്ങി. അനന്യ ഞെട്ടലോടെ തൻ്റെ കവളിൽ കൈവച്ചു. അടിച്ച കൈകളുടെ ചൂടറിഞ്ഞ് അവൾ അമ്പരപ്പോടെ നോക്കി. അടിച്ചതാരും ആയിരുന്നില്ല, സ്വന്തം അമ്മ തന്നെയായിരുന്നു.